പറഞ്ഞു വന്നത് അമ്മയുടെ ഭക്തന്മാർ. അമ്മയുടെ ഭക്തന്മാർ നെഞ്ഞത്തടിക്കുന്നതോ കരയുന്നതോ കലകിയ കണ്ണുകളുമായി അമ്മയുടെ മുന്നിൽ ചെല്ലുന്നതോ അമ്മയ്ക്ക് അത് സന്തോഷമേ അല്ല. അമ്മ അത് ആഗ്രഹിക്കുന്നില്ല. അമ്മയുടെ ഭക്തന്മാർ എപ്പോഴും സന്തോഷമായിരിക്കണം, സർവാഭരണഭൂഷിതയായിരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിക്കൊക്കെ എങ്ങനെ അലങ്കരിക്കാൻ പറ്റും അങ്ങനെ അലങ്കരിച്ച് സന്തോഷവതിയായി നിങ്ങൾ നടക്കണം. അതാണ് നമ്മുടെ അമ്മയ്ക്ക് ഇഷ്ടം. ചെമ്പ് കൊണ്ടുള്ള ആഭരണം ഇടാൻ കഴിയുള്ളൂ ചെമ്പ് കൊണ്ടുള്ള ആഭരണം കൊണ്ട് അലങ്കരിക്കുക. പിച്ചള കൊണ്ടുള്ള ആഭരണം അലങ്കരിക്കാൻ പറ്റുള്ളെങ്കിൽ പിച്ചള കൊണ്ടുള്ള ആഭരണങ്ങൾ അലങ്കരിക്കുക. വെള്ളിക്കൊണ്ടാൻ പറ്റുള്ളെങ്കിൽ വെള്ളിക്കൊണ്ടുള്ള ആഭരണങ്ങൾ അലങ്കരിക്കുക. സ്വർണം കൊണ്ട് അലങ്കരിക്കാൻ കഴിയുന്നവർ സ്വർണം കൊണ്ട് അലങ്കരിക്കുക. എങ്ങനെയാണോ നിങ്ങൾക്ക് അലങ്കരിച്ച്, അത് വെറും മുത്തുമാല കൊണ്ടാണോ അലങ്കരിക്കാൻ കഴിയുക, അങ്ങനെ അലങ്കരിച്ച് സന്തോഷവതനായി നമ്മൾ നടക്കുന്നതാണ് അമ്മയ്ക്കിഷ്ടം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ചമയാതെ നടക്കരുത്. നിങ്ങൾ ദേവീഭക്തന്മാരാണ്. നിങ്ങൾ അലങ്കരിച്ച് ചമഞ്ഞൊരുങ്ങി നടക്കണം. അതാണ് അമ്മയ്ക്ക് ഇഷ്ടം. അങ്ങനെ നിങ്ങൾ അമ്മയുടെ മുന്നിൽ ചെല്ലണം. അപ്പോഴാണ് അമ്മയ്ക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടാവുക. കലങ്ങി കണ്ണുമായി വേദനയുമായി നിങ്ങൾ ചെല്ലുമ്പോൾ അമ്മയും വേദനിക്കുകയാണ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? അമ്മ വേദനിക്കും. അപ്പം നമ്മൾ എല്ലാ വേദനയും മനസ്സിലൊതുക്കി അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ സർവാഭരണഭൂഷിതയായി പുഞ്ചിരിച്ച് ചെല്ലുമ്പോൾ അമ്മ നമ്മളെ ആലിംഗനം ചെയ്യും. ആ ആലിംഗനം ചെയ്യുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും എൻ്റെ മകൻ്റെ അകത്തെ ദുരിത വിഷമം മനസ്സിലായിട്ടുണ്ടോ? അമ്മയ്ക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദേവീഭക്തന്മാരെയും നിങ്ങളാരും കരയരുത്. നിങ്ങൾ അലങ്കരിക്കൂ, ആനന്ദിക്കൂ. നമുക്ക് അമ്മയുണ്ട്. അമ്മയോടൊപ്പം എന്തിനാണ് നിങ്ങൾ ദുഃഖപ്പെടുന്നത്? ഞാൻ നിങ്ങൾക്ക് അരികിലില്ലേ എന്നാണ് അമ്മ നമ്മളോട് ചോദിക്കുന്നത്. ശരിയല്ലേ? നമ്മുടെ കേശങ്ങൾ കഴുകി വൃത്തിയാക്കി മണമുള്ള തൈലങ്ങൾ പുരട്ടി കെട്ടിവെക്കണം. നമ്മുടെ പുരികൻ ചന്ദ്രക്കല പോലെ വളയ്ക്കണം. നമ്മുടെ നെറ്റിയിൽ കുങ്കുമപ്പൊട്ടും പല നിറ കുറികളും വരയ്ക്കണം. നമ്മുടെ കണ്ണിൽ കൺമഷി പുരണ്ട ആ കണ്ണുകളായിരിക്കണം. നമ്മുടെ ചുണ്ടിൽ പുഞ്ചിരി വേണം. മൂക്കിൽ അലങ്കാരം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തുകൊള്ളൂ, ബുദ്ധിമുട്ടൊന്നുമില്ല. കൈകളിൽ വളകളും വിരലുകളിൽ മോതിരവും മാറിൽ ആഭരണങ്ങളും കാലിൽ കാൽത്തളയും ധരിക്കണം. നല്ല പട്ടു വസ്ത്രങ്ങൾ ധരിച്ച് നമ്മൾ അമ്മയ്ക്ക് മുമ്പിൽ ചെല്ലൂ. അതാണ് അമ്മയ്ക്കിഷ്ടം. പിന്നെ പുറത്തു നിന്ന് നോക്കുന്ന ചില മലത്തിലെ കൃമികൾ ചിരിക്കും, പരിഹസിക്കും. അത് മലത്തിലെ കൃമികളാണ്. അവരെ നമ്മൾ വകവയ്ക്കരുത്, അവരെയൊന്നും നമ്മൾ കാണരുത്, അവരെ നമ്മൾ ശ്രദ്ധിക്കരുത്. നമ്മുടെ ലക്ഷ്യം അമ്മയാണ്, പരാശക്തിയാണ്. അതാണ് നമ്മൾ. മറ്റൊന്ന് നമ്മൾ ചിന്തിക്കരുത്, മറ്റൊന്ന് നമ്മൾ കാതോർക്കരുത്. അമ്മയെ ശരണം, അമ്മയെ ശരണം, അമ്മയെ ശരണം. അത്രമാത്രമേ അമ്മയുടെ ഭക്തന്മാർക്ക് ഉണ്ടാവാൻ പാടുള്ളൂ. അമ്മയല്ലാതെ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അമ്മയാണ് എൻ്റെ. നിങ്ങൾ അഗ്നിയിൽ ചാടിയാലും ജലത്തിൽ ചാടിയാലും ഒക്കെ അമ്മ രക്ഷിക്കും. അമ്മയോടുള്ള അതേ പ്രകാരമുള്ള വിശ്വാസം ഭക്തി നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അമ്മയെ ഭജിക്കൂ, അമ്മയിലേക്ക് അടുക്കൂ. അമ്മയോളം ശക്തിയുള്ള ഒരു ദേവതയും അമ്മയോളം മനസ്സറിയുന്ന ഒരു ദേവതയും ഈ ഭൂലോകത്തിലില്ല. അമ്മയാണ് എല്ലാം. സർവ്വദേവന്മാരും അമ്മയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. നമുക്ക് നമസ്കരിക്കാം. നമ്മുടെ അമ്മയുടെ മക്കളാണ്. അമ്മയുടെ മാറോടുകൂടി ചേർന്ന് കിടക്കാം നമുക്ക്. അമ്മേ, അമ്മേ, അമ്മേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും.